കല്യാണത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് വിരുന്ന് പോയത് കൊല്ലത്തോട്ടാണ്. അപ്പം ഞങ്ങളുടെ കസിൻ്റെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. ഞാനപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോയതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലൊരു വള്ളത്തിലാണ് ഇന്നത്തെ നമ്മുടെ 2 മണിക്കൂർ യാത്ര. ഇതുപോലെ മനോഹരമായ കായലിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ നമുക്കൊക്കെ തുഴയാനും പറ്റും. ഞാൻ നന്നായി തുഴഞ്ഞിട്ടുമുണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റ്, കണ്ടൽ വനങ്ങളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടി ഈ ബോട്ട് പോകും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇറങ്ങിക്കിടക്കണം. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ കയാക്കിംഗ് ബോട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. നല്ല സൂപ്പർ ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ നിന്നപ്പോഴൊക്കെ മഴയായിരുന്നു. അങ്ങനെ ഈവനിങ്ങിലേക്ക് പ്ലാൻ മാറ്റിയിട്ട് എന്തായാലും ചെന്നപ്പോഴത്തേന് നല്ല വെയിലൊക്കെ ആയി. അങ്ങനെ സൺസെറ്റൊക്കെ കാണാൻ പറ്റി. ഒരു നല്ല കാമിങ് ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ നല്ല കാമാവും. നല്ലൊരു അന്തരീക്ഷം, എന്താ പറയുക, ബ്ലൂ സ്കൈ, ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പം കൊല്ലത്തുള്ളവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൺട്രോത്തുരുത്ത്. പിന്നെ കൊല്ലത്ത് തന്നെ മറ്റൊരു സ്ഥലം ഉണ്ടല്ലോ, സാമ്പ്രാണിക്കൊടി എന്ന് പറയും. അവിടെ ഇതുപോലെ കായലിൻ്റെ നടുക്ക് നമുക്ക് നിൽക്കാൻ പറ്റും. അത് ഈ മൺട്രോത്തുരുത്തും അങ്ങനൊരു സ്പോട്ട് കുറച്ച് ഇടങ്ങളിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു 2 മണിക്കൂർ നല്ലൊരു ഈവനിങ് കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു റൈഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൺട്രോത്തുരുത്ത്. ബൈ ഫ്രം പ്രിൻസി ഫെദേഴ്സ്. തരാ.